കൈ നമ്മൾ വേവ് ചെയ്താൽ ഈ സാധനം നമ്മുടെ വീട്ടിൽ ബെല്ലടിക്കോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ കണ്ടന്റ് കൂട്ട് നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിലും കോളിംഗ് ബെല്ല് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആകാം. അതിന് ഒരുപാട് പൈസ ചെലവോ അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ശ്രീരാജ്. എല്ലാവർക്കും vblog4uന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീഡിയോ ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട ആവശ്യമായ 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ബോർഡ്. ഇപ്പൊ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴേ നിങ്ങൾ ഓടിപ്പോലെ, കാരണം പ്രോഗ്രാമിംഗ് ഒന്നും ഒരു പാടുള്ള കേസല്ല. പ്രോഗ്രാം ഉൾപ്പെടെ ഞാൻ താഴെ തരാം. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കയറ്റാനായിട്ടും പറ്റും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ആക്കാതെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ Arduino Uno എന്ന് പറയുന്ന ബോർഡാണ്. അതായത് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്ന ബോർഡാണ്. അപ്പോൾ ഇതല്ലാതെ Arduino Nano എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ചെറിയൊരു ബോർഡുണ്ട്. എന്റെ ഇപ്പൊ നിലവിലില്ലാത്തതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. സംഭവങ്ങളെല്ലാം ഓൾറെഡി എന്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അതിനെന്ത് 150-200 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. പക്ഷേ ഇതിനൊരു 400 രൂപയ്ക്ക് മേളിൽ പോകും. അത് തന്നെ ധാരാളമാണ്. അപ്പൊ പ്രോഗ്രാം ചെയ്യുന്ന രീതിയും മെത്തേഡ് എല്ലാം സെയിം ആണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെല്ലാം കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് സെൻസറാണ് ഇതിന്റെ. അതായത് ഞാൻ ഓൾറെഡി വയർ ചെയ്ത് സോൾഡർ വെച്ചേക്കും കേട്ടോ. കാരണം എപ്പോഴും ഹീറ്റ് കൊടുത്താൽ ചിലപ്പോൾ ചീത്തയാണ് സാധ്യത, അതുകൊണ്ടാണ് ഞാൻ ഊരാത്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ അൾട്രാസോണിക് സെൻസറാണ്. ഈ സെൻസർ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡിസ്പെൻസറുകളുണ്ടല്ലോ, നമ്മുടെ സാനിറ്റൈസറിന് കടലിലൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ അതിനുപയോഗിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഡിസ്പെൻസറിൽ നിന്ന് ഊരിയെടുത്താണ്. ഞാൻ ചെയ്ത് തന്നെ ഡിസ്പെൻസറിൽ തൽക്കാലത്തേക്ക് ഊരിയെടുത്തതാണ്. പിന്നെ നമുക്കൊരു റിലേയും വേണം. അതായത് അപ്പോൾ ഈ റിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് റിലേ എന്ന് പറയുന്നത് ഞാൻ സൂക്ഷിച്ച് നോക്കാൻ അറിയുന്നുണ്ട്. 5V എന്നുള്ള ഇവിടെ എഴുതുന്നുണ്ട്, 5 വോൾട്ട്. അപ്പോൾ 5ന്റെ ഉണ്ട്, 12ന്റെ ഉണ്ട്. നിങ്ങൾ 5 തന്നെ ചോദിച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഞാൻ കൂടുതലായിട്ട് ഒരു രീതിയിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മുഷിപ്പിക്കത്തില്ല. കാരണം സാധാരണപ്പെട്ട ആളുകൾക്ക് എങ്ങനെ മനസ്സിലാവുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും വീഡിയോ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഇതേയുള്ള വ്യത്യസ്തമായ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണക്ഷൻസും കാര്യത്തിലേക്കൊക്കെ നമുക്ക് പോകാം. ഞാനിത് Arduino Unoയിൽ തന്നെ നിങ്ങളെ കാണിക്കാണ്ട് കാര്യച്ചാൽ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നിൻ്റെ എണ്ണം എന്നാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. 0, 1, 2, 3. ഇപ്പോൾ ഞാൻ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇമേജോടെ കാണിച്ചിട്ട് അതൊക്കെ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണം നോക്കിയിട്ടാണ് നമ്മളിവിടെ സോൾഡർ ചെയ്യുന്നത്. ഇപ്പോൾ സോൾഡർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സംഭവം ഉണ്ട്, ഇതിലേക്ക് കുത്തി ഇറക്കാൻ പറ്റുന്ന നമ്മൾ ജമ്പർ ടൈപ്പ് വയറുകളെന്ന് പറയും, അത് വാങ്ങാണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് സോൾഡറിങ് ചെയ്യണമെന്ന് ഇല്ലാത്തവർക്ക് അങ്ങനെയും കുത്തിയിട്ട് നിങ്ങൾക്ക് എന്താ ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അൾട്രാസോണിക്കിൻ്റെ നമ്മുടെ സെൻസർ ഉണ്ട്. അപ്പോൾ ഈ സെൻസറിനകത്ത് നിങ്ങൾ ഇതേ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ VCC, എക്കോ, പിന്നെ ട്രിഗർ, ഗ്രൗണ്ട്, അങ്ങനെ 4 പിന്നുണ്ട്. അപ്പോൾ VCC ഗ്രൗണ്ട് എന്ന് വെച്ചാൽ സപ്ലൈ ആണ്. എക്കോ ട്രിഗർ എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷനിങ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയാതെ വെച്ചാൽ നിങ്ങളെ മുഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അതായത് നമ്മുടെ വവ്വാലൊക്കെ നമ്മൾ പറക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിച്ച് തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ അതേപോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി വെച്ചാൽ ആദ്യം തന്നെ പ്ലസും മൈനസും നമ്മൾ ഇതിനകത്തോട്ട് കൊടുക്കുകയാണ്. അതായത് ഇതിൽ നിന്ന് തന്നെ ഇത് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കിട്ടുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കുണ്ട് 5 വോൾട്ട്, അതോടെ തന്നെ GND എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇതിനാവശ്യമായ സപ്ലൈ നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ സോൾഡറിങ് ആയുള്ളതുകൊണ്ടാണ് ഞാൻ സോൾഡർ ചെയ്യുന്നത്. അപ്പം ഞാനത് നോക്കട്ടെ. 1, 2, 3, 1, 2, 3, 4, നാലാമത്തെ. ഇവിടുന്ന് 4ാമത്തെ പിന്നെന്ന് പറയുന്നത് VCC ആണ്. അപ്പോൾ 1, 2, 3, 4 ഇതാ ഞാനത് സോൾഡർ ചെയ്യുകയാണ്. ഞാൻ കണ്ടതിപ്പോൾ സോൾഡർ ചെയ്യുകയാണ്. 4ാമത്തെ പിന്നെ ഞാൻ സോൾഡർ ചെയ്തു. അതിനുശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഗ്രൗണ്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, തൊട്ടിപ്പുറത്ത് 2 ഗ്രൗണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് ഗ്യാപ്പ് ഇട്ടത് തമ്മിൽ ഷോർട്ട് ആവാന്നിരിക്കാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഞാൻ തൻ്റെ നെഗറ്റീവ് കൊടുത്തു. തന്നെ 5 കൊടുത്തു, ഗ്രൗണ്ടും കൊടുത്തു. ഇനിയിപ്പോൾ എക്കോയും ട്രിഗർ പിന്നും ഉണ്ട്. എക്കോയും ട്രിഗർ പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉണ്ട് ഇവിടെ ഒരുപാട് പിന്നുകളുണ്ട്. അപ്പം ഞാനിതിനകത്ത് സപ്പോസ് അവിടെ 7ാമത്തെ പിന്നുണ്ട്. 7 എടുക്കാം, നിങ്ങൾക്ക് 2 എടുക്കാം, 3 എടുക്കാം, ഒരു പ്രശ്നമല്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം 7ാമത്തെ ഒരു പിൻ എടുത്തിട്ട്, അപ്പോൾ അതാണ്ട് 7ാമത്തെ പിന്നിൽ നമ്മൾ എക്കോ, അതായത് ഓറഞ്ച് വയർ എന്ന് പറയുന്നത് എക്കോയാണ്. അടുത്ത ട്രിഗർ മഞ്ഞ വയർ. ട്രിഗർ എന്ന് പറയുന്നത് ഞാൻ അപ്പോൾ 8ാമത്തെ പിന്നിൽ കൊടുക്കുകയാണ്. ട്രിഗർ ഞാൻ 8ാമത്തെ പിന്നിൽ കൊടുക്കുകയാണ്. ഈ സോൾഡറിങ് ഞാൻ കാണുന്ന സമയത്ത് നിങ്ങളായിരിക്കും ഇതെന്ത് സോൾഡറിങ് ആയത്. സത്യത്തിൽ ഞാൻ വർഷങ്ങളാണ് 10ാം ക്ലാസ് പഠിക്കുന്ന കാലം തൊട്ട് ഉപയോഗിക്കുന്ന സോൾഡറിങ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കോലം കാണുന്നത്. അപ്പോൾ കളയാൻ തോന്നില്ല ഇത്രയും കാലമായിട്ട്.
അപ്പോൾ നമ്മൾ അത് രണ്ടും കൊടുത്തു. അപ്പോൾ ഇത് സെൻസർ ചെയ്തിട്ട് ഇതിലേക്ക് വരുന്നു. അതിനുശേഷം ഇതിൽ നിന്ന് സംഭവം നടന്നിട്ട് പുറത്തേക്ക് നമ്മുടെ കോളിംഗ് ബെൽ അടിക്കുന്നതിലേക്ക് പോകണം. അപ്പോൾ അതിന് ചെയ്യുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ റിലേക്ക് 5 പിൻ ഉണ്ടാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തിയറിറ്റിയിൽ പോകുന്നില്ല. നമ്മൾ ഈ 2 പിന്നിൽ വോൾട്ടേജ് കിട്ടുമ്പോഴായിരിക്കും ഇയാൾ വർക്ക് ചെയ്യുന്നത്, അത്ര മാത്രം അറിയാം. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് ഷോർട്ടായിട്ട്, അതായത് നമ്മൾ സാറിന് സ്വിച്ച് ഇടുന്നതിൻ്റെ തൊട്ട് തമ്മിൽ സ്വിച്ച് ഷോർട്ടായിട്ട് സൗണ്ട് കേൾക്കും. അതേ പരിപാടിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്ത് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നെഗറ്റീവ് ഞാനൊന്ന് സോൾഡർ ചെയ്യുകയാണ്. നെഗറ്റീവ് ഞാൻ എന്താ സോൾഡർ ചെയ്തു. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഇവിടെയും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഇവിടെ സപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ കുറേ തവണ ചെയ്തുകൊണ്ടാട്ടോ ഈ ഒരു കോലത്തിൽ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബാക്കിൽ ഇത് പോസിറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്തു, നെഗറ്റീവ് ഇവിടെ കൊണ്ട് കൊടുത്തു. ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് എടുക്കാം, ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം. ഞാൻ നേരത്തെ ഗ്രൗണ്ട് കൊടുത്തില്ലേ, അതിൻ്റെ അവിടുന്ന് കൊടുക്കാം, ഇവിടുന്ന് കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് കൊടുത്തു. അപ്പം ഈ സാധനം വർക്ക് ചെയ്യാനുള്ള നെഗറ്റീവ് കിട്ടി. ഈ സാധനം വർക്ക് ചെയ്യാനുള്ള പോസിറ്റീവാണ് നമ്മുടെ സെൻസർ സെൻസ് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നത്. അപ്പോൾ സെൻസർ സെൻസ് ചെയ്യുമ്പോൾ മാത്രം ഇത് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കിട്ടുന്നതുകൊണ്ട് അന്നേരം മാത്രമേ നമ്മുടെ ബെല്ല് അടിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ 7, 8 എടുത്തു, 9, 10ാമത്തെ പിന്നിൽ കൊണ്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ 5ാമത്തെ പിന്നിൽ കൊടുക്കാം. 7, 6, 5, ഇത് 7, 6, 5 അല്ല, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് കൊണ്ട് കൊടുക്കാം. അതനുസരിച്ച് പ്രോഗ്രാം സെറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ പ്രോഗ്രാം ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളാണെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അത് കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. അതുകൊണ്ട് ഞാൻ ഫോണിൽ കൊടുത്തേക്കുന്ന പ്രോഗ്രാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ കണക്ഷൻസ് ഇതേ രീതി തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇത്രയും പരിപാടിയേ ഉള്ളൂ നമ്മുടെ വയറിംഗ് എന്ന രീതിയിലുള്ളത്. ഇനി സോഫ്റ്റ്വെയർ സെക്ഷനാണ്. സോഫ്റ്റ്വെയർ സെക്ഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അർഡിനോ എന്നടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് താഴെ വരും അർഡിനോ ഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആപ്പാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത്. ആസ് യൂഷ്വൽ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആദ്യമേ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയും, അതെല്ലാം സ്കിപ്പ് ചെയ്ത് കൊടുക്കുകയെങ്കിൽ നേരെ നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ട സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അടുത്ത് വരുന്ന വഴി പറഞ്ഞുതരാം. അതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോളിംഗ് ബെല്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു LED ബൾബിൽ ഈ സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാൽ ദാണ്ട് ഈ സെൻറ്റർ പോയിന്റിൽ ചെറിയൊരു കേബിൾ ഞാൻ ദാണ്ട് സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ പോസിറ്റീവ് ഒന്ന് വന്നേക്കുന്നില്ല ഇതിനകത്തേക്ക്, ആ പോസിറ്റീവ് വന്നേക്കുന്നതിനകത്തോട്ട് ഞാനൊന്ന് കൊടുക്കുകയാണ്. അതായത് ഈ പോസിറ്റീവ് സപ്ലൈ നമ്മുടെ കോമൺ പിൻ, അതായത് റിലേയുടെ കോമൺ പിൻ എന്നാണ് പറയുന്നതിനെ. ഞാൻ നേരത്തെ പറഞ്ഞ കാരണത്താൽ തന്നെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്കൊന്നും പോകാത്തത്. അപ്പം നമ്മുടെ ഈ പോസിറ്റീവ് ഇവിടെ വരുന്നു. അതിനുശേഷം ഒരു LED കൊടുക്കുകയാണ്. അതായത് പോസിറ്റീവിൻ്റെ LED പോസിറ്റീവ് LED നെഗറ്റീവ് ഞാനിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു എന്താ പറയുക, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടാണോ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് LED നിന്ന് കണക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം എന്താണ് പോസിറ്റീവ് ഞാനിവിടെ കൊണ്ട് കൊടുക്കുന്നു. അതായത് നോർമൽ ഓപ്പൺ എന്ന് പറയുന്ന പിന്നാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ നിങ്ങളെപ്പോഴും കൊടുക്കുന്ന സമയത്ത് ഈ പിന്നിൽ തന്നെ വേണം നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ. അത് നമ്മുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് 1, 2, 3 അതായത് കണ്ടോ ഈ പിന്നിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് ടു ഫേസ് വെക്കുന്ന സമയത്ത് ഈ എൻഡിലെ സൈഡിൽ പിന്നിൽ വേണം പോസിറ്റീവ് കൊടുക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും കൊടുത്തു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യാനുള്ള കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കേബിൾ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റെ ഫോണെന്ന് പറയുന്നത് C ടൈപ്പ്. അപ്പോൾ C ടൈപ്പ് ടു USB നമ്മുടെ കേബിൾ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ കൊടുക്കുന്നു. അതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പം സാധനം വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് കത്തും. ഇനിയെന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് സൈഡാണ്. ഈ കാണുന്ന പ്രോഗ്രാമാണ് നമ്മളുടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അതേപോലെ തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് ഇതേ കണക്ഷൻ മെത്തേഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രോഗ്രാം എല്ലാം ഇതുപോലെ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് കമ്പൈൽ എന്ന് പറയുന്ന സംഭവം നമുക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ മേള ഇടിമിന്നലുള്ള സിമ്പിൾ കണ്ടില്ലേ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ കമ്പൈൽ ചെയ്യുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ താഴെ കാണിക്കും. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ബോർഡ് ടൈപ്പ് എടുക്കണം. അതിൽ ആർഡിനോ എന്ന് കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ആർഡിനോ യൂനോ ഉണ്ട്, യൂനോ ടിക്ഡ് ആണോ നോക്കുക. ഇനിയിപ്പോൾ നാനോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നാനോ എന്ന ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ, അതിനകത്ത് ഓൾഡ് ബൂട്ടിലോട്ട് കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്യുക. പിന്നെ വീണ്ടും നമ്മളാണെങ്കിൽ ആക്ഷൻസിലേക്ക് പോവുക. ആക്ഷൻസിലേക്ക് പോയതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇത് അപ്ലോഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ പോവുക. അതിൽ അപ്ലോഡ് ഓവർ USB കൊടുക്കുക. അപ്പോൾ താഴെ നമ്മുടെ അപ്ലോഡിങ് കാണിക്കുക. അപ്പോൾ അപ്ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇത്രയാണ് നമുക്ക് പ്രോഗ്രാം സൈഡിൽ വരുന്നത്.
ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്ത അതേ കേബിൾ തന്നെ ഇട്ടുകൊണ്ട്, അതായത് ഫോണിൻ്റെ അതേ സപ്ലൈ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടതിനോട്ട് 70 സെൻറ്റിമീറ്റർ അകത്ത് നിന്ന് ആരെങ്കിലും കൈ വീശി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോളിംഗ് ബെൽ എടുക്കണം. പകരം നമ്മളിവിടെ ചെക്കിങ് ഇട്ടേക്കുന്ന LED ആണ്. അപ്പോൾ നിങ്ങളിതാ ഇവിടെ നോക്കുകയാണെങ്കിൽ സെൻസറിൻ്റെ മുകളിലേക്ക് ഞാൻ കൊണ്ടുവെക്കുമ്പോൾ ഇതാ കണ്ടോ, അതായത് ഞാൻ കൈ വെച്ചുകൊണ്ടിരുന്നാൽ തന്നെയും ടിങ് ടോക്ക് എന്നാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബെല്ലടിക്കുമ്പോൾ ഒന്ന് പ്രസം ടിങ് ടോങ് എന്നോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് അത് കേൾക്കുന്നു. പിന്നെ നമ്മളത് ചെറിയൊരു ഡിലേ നമ്മൾ കൊടുത്തത്, അതായത് നേരത്തെ പറഞ്ഞിട്ട് ചെറിയൊരു ഡിലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിലേ കഴിഞ്ഞിട്ട് വീണ്ടും സാധനം ഓൺ ആകത്തുള്ളൂ, ബെല്ലടിക്കത്തുള്ളൂ. കൈ വെച്ചുകൊണ്ടിരുന്നാൽ, ഇപ്പോൾ ഞാൻ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഓഫ് ആവും. എന്നിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെയും ബെല്ലടിക്കത്തുള്ളൂ, കൈ വെച്ചുകൊണ്ടേ ഇരുന്നാൽ. ആക്ച്വലി നമുക്കറിയാം സാധാരണ വീടുകളിൽ ബെല്ലടിക്കുമ്പോൾ നമ്മൾ ഒന്നടിച്ചിട്ട് നിൽക്കും, കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലേ നട വീണ്ടും നമ്മൾ വെക്കും. കൈ വെക്കണമെന്നല്ല, കൈ ടാപ്പ് ചെയ്താലും മതി. കണ്ടോ, പിന്നെ ഞാൻ 70 മുകളിൽ പോയി, അപ്പോഴത്തേക്ക് അടിക്കുന്നില്ല, ഞാൻ പയ്യെ കൈ താത്തുകൊണ്ടിരിക്കും. കണ്ടോ. അപ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് പ്രോഗ്രാം ചെയ്ത സമയത്ത് പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈം വെക്കാം. ആ പ്രോഗ്രാമിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേഞ്ചിങ് മാത്രം ഞാൻ ആ വീഡിയോയിൽ ആ ഒരു റെക്കോർഡിംഗ് സെക്ഷനിൽ ഞങ്ങളുടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള അതേപോലെ നിങ്ങൾ ഇടുക. ഈ ദൂരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെറിയൊരു കാർട്ടൺ ബോക്സിനകത്ത് ഈ സാധനം എല്ലാം പിറക്കി വെച്ചിട്ട് നമ്മളുടെ ഈ വീട്ടിൽ തന്നെ കോളിംഗ് ബെല്ലിനകത്ത് ഞാൻ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നിടത്ത് ഞാൻ കാണിച്ചു തരാം. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ പോവുക. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് മസ്റ്റാണ്, എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ 9 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ടാണ് തൽക്കാലം ഞാൻ വർക്ക് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് റീചാർജബിൾ ബാറ്ററിയോ, അതായത് നമുക്കാണെങ്കിൽ 4.5-ൻ്റെ 4 വോൾട്ടിൻ്റെ ഒക്കെ റീചാർജബിൾ ബാറ്ററി കിട്ടുന്നുണ്ട്. ഇത് വേണമെങ്കിൽ കൊടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരുപാട് വോൾട്ടേജ് ഒന്നും കൊണ്ട് കൊടുക്കില്ല. സാധാരണ യഥാർത്ഥത്തിൽ വർക്ക് 5 വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അത് തന്നെ കാര്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോ എന്ന രീതിയിലായതുകൊണ്ട് മാത്രമാണ് റീചാർജബിൾ അല്ലാത്ത ബാറ്ററി കൊടുക്കുന്നത്. അല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങളൊരു അഡാപ്റ്റർ 5 വോൾട്ടിൻ്റെ അഡാപ്റ്ററിനകത്ത് കൊടുത്തിട്ടിട്ട് നമ്മുടെ ബോക്സ് തന്നെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ ലൈഫ് ലോങ് അത് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം നല്ല പോസിറ്റീവ് സപ്ലൈ ഇവിടെ കൊണ്ട് സോൾഡർ ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ നേരത്തെ എടുത്ത നെഗറ്റീവിലോട്ട് നെഗറ്റീവും കൊണ്ടുവന്ന് കണക്ഷൻ കൊടുക്കുകയാണ്, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ബാറ്ററി ഒന്ന് കൊടുത്തു നോക്കുകയാണ്. ഓക്കെ, ബാറ്ററി എടുത്തപ്പോൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുണ്ട്, സംഭവം വർക്കിംഗ് ആണ്. എൻ്റെ സിസ്റ്റം നമ്മൾ ഇനി അത് ബോക്സിനകത്താക്കാൻ പറ്റും. ജസ്റ്റ് ഇതാണ്ട് ഞാനൊരു കാർട്ടൺ ബോക്സാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്. ജസ്റ്റ് ഫോർ ഡെമ്മി എന്ന രീതി മാത്രമാണ് ഞാൻ നിലവിൽ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ടച്ചിൽ കൊണ്ടുവന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു ബോക്സോ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ സെൻസറിനകത്തേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻസർ എടുത്തിട്ട് ഇവൻ്റെ സൈസിനുണ്ടെന്ന ഹോള് നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യണം. അതായത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു പേന വെച്ചിട്ട് നമ്മളിതിൻ്റെ ഹോളൊന്ന് മാർക്ക് ചെയ്യണം. പേനയോ പെൻസിലോ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചൊന്ന് മാർക്ക് ചെയ്യുക. അകത്തൂടെ മാർക്ക് ചെയ്താൽ വളരെ നന്നായിരിക്കും. പുറത്തപ്പോൾ പാടോ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഏറെക്കുറെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിതാണ് ഏകദേശം കണ്ടോ, ഒരു ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനോട്ട് ഈ ഇപ്പുറത്തെ ഹോളും കൂടി നമുക്ക് റെഡി ആക്കിയെടുക്കാം. ഇതാണ് നമ്മൾ ഹോള് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തൂടെ ഈ ഹോളിലേക്ക് നമുക്കൊരു സെൻസർ ഇറക്കി വെക്കാം. ഇറങ്ങൂ. ഓക്കെ, നമ്മുടെ സെൻസർ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെൻസർ പൂർണ്ണമായിട്ട് തള്ളി നിർത്തണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ നിങ്ങൾ സെൻസർ നിർത്തിയിരുന്നാൽ മതി. നമ്മൾ നേരത്തെ LED കൊടുത്ത് നമ്മളൊന്ന് മാറ്റുവാണ്. അത് വിട്ടുപോയി നേരത്തെ പറയാൻ. അത് മാറ്റിയിട്ട് നമ്മളവിടെ കുറച്ച് വയർ കൊടുത്തിട്ട്, നമ്മുടെ ബെല്ലല്ലേ നമുക്കിനി വർക്ക് ചെയ്യിക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വയർ കൊടുത്തിടുകയാണ്. നമ്മുടെ സ്വിച്ചിനകത്ത് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വയർ. ഒന്നതാണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നമ്മളൊരു വയർ കൊടുത്തിടുകയാണ്. വയർ നമ്മൾ കൊടുത്തിട്ടു. അടുത്തിനി സെൻറ്ററിൽ സെൻറ്ററിലും കൊടുത്തു, അതേപോലെ എൻഡിലും കൊടുത്തു. ഈ 2 വയറാണ് നമ്മുടെ ബെല്ലിൻ്റെ സ്വിച്ചിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുന്ന ഈ 2 വയർ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിനി മാറ്റാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഗ്ലൂ അടിച്ചു കൊടുക്കണം. അവിടെ നിന്ന് ഇവിടെ ഒന്ന് ഗ്ലൂ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ ബോർഡ്, കാരണം പരിമിതമായ സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. സ്വിച്ച് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ബാറ്ററി മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതാണ് ഞാൻ പവർ ഒന്ന് കൊടുത്തു നോക്കാം. കൊടുത്തു. ഞാൻ നേരെ സ്വിച്ച് ഒന്നും ഉപയോഗിക്കുന്നില്ല.
കണ്ടോ, കൈ കൊണ്ട് വെക്കുമ്പോൾ ആ ടിക് ടിക് സൗണ്ട് കേൾക്കുന്നത് അതാവുന്ന ഞാൻ തൽക്കാലം ഊരുവാണ്. ഇനി നമ്മളെ വീട്ടിലെ കോളിംഗ് ബെല്ലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ഊരിയിട്ട് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട്, കുട്ടികൾ ആരെങ്കിലും ആണ് ഇത് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാർ അസിസ്റ്റൻസ് ഇല്ല ഒരു കാരണവശാലും ചെയ്ത് കറണ്ട് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. ഒപ്പം തന്നെ മുതിർന്ന ആരെങ്കിലും അസിസ്റ്റൻസിൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലെ കോളിംഗ് ബെല്ലുണ്ട്, പഴയൊരു കോളിംഗ് ബെല്ലാണ് ഇവിടുത്തത്. അപ്പോൾ ഇത് ഊരുവാണ്. അപ്പോൾ ഊരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നിങ്ങൾ ആദ്യമേ തന്നെ നമ്മുടെ പവർ ഓഫ് ചെയ്തിരിക്കണം ഇതിലേക്കുള്ളത്. അപ്പോൾ ഊരുമ്പം തന്നെ കാണാൻ പറ്റും, ഒരെണ്ണം ഇൻഡിക്കേറ്ററാണ്, മറ്റൊരെണ്ണം നമ്മുടെ കോളിംഗ് ബെല്ലിൻ്റെ സംഭവമാണ്. അതിൽ മഞ്ഞയെന്ന് പറയുന്ന ബെല്ലിലേക്ക് പോകുന്നു, ചുവപ്പെന്ന് പറയുന്ന മെയിൻ ലൈൻ വരുന്നതാണ്. ആക്ച്വലി നമ്മൾ പവർ ഓഫ് ചെയ്യാതെ അതിൽ കയറി പിടിച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ സേഫ്റ്റി എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ നമുക്കിനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോളിംഗ് ബെല്ലിന് സ്വിച്ച് ഊരി മാറ്റാം. കാരണം നമ്മൾ വേവ് ചെയ്യുമ്പം ആണല്ലോ നമ്മുടെ കോളിംഗ് ബെല്ല് വർക്ക് ചെയ്യാം. സോ അതിൻ്റെ സ്വിച്ചിൻ്റെ ആവശ്യം നമുക്കിനി ഇല്ല. അങ്ങനെ സ്വിച്ച് ഊരിയതിന് ശേഷം നമുക്ക് സ്വിച്ചിലുള്ള കണക്ഷൻസ് മാറ്റണം. ആദ്യമേ മഞ്ഞ എന്ന് പറയുന്നത് കോളിംഗ് ബെല്ലിലേക്ക് പോകുന്നതാണ്, മറ്റേന്ന് പറയുന്നത് മെയിൻ വരുന്ന ലൈനാണ്. അപ്പോൾ ഇൻഡിക്കേറ്ററിലേക്കും പോകുന്നുണ്ട്, നമ്മുടെ കോളിംഗ് ബെല്ലിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അത് ഊരി മാറ്റിയതിന് ശേഷം നമ്മളെന്തായാലും ഇൻഡിക്കേറ്ററിലേക്കുള്ള അതുപോലെ തിരിച്ചും കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോപ്പെന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ലൈനായിട്ട് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് അടിച്ചു കൊടുക്കുകയാണ്, കാരണം ഇതിലേക്കാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഡമ്മി പർപ്പസ് ആയതുകൊണ്ട് ആ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ 2 കേബിളുകൾ ഇതിനുള്ളിൽ കൂടി ഇട്ട് പുറത്തേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ കാർട്ടൺ ബോക്സിനകത്തേക്ക് നമുക്ക് കയറ്റുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരെണ്ണം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ മറ്റേതിന് നീളം കുറവാണ്, കാരണം ചോപ്പിനും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം വേറെ ചെറിയൊരു വയർ വെച്ച് ഷോർട്ട് ചെയ്ത്, അതായത് ഒന്ന് കെട്ടിയിട്ട് നമ്മൾ അതും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 വയറിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇൻലൈൻ വയറാണ് കേട്ടോ, അതായത് മെയിൻ വരുന്ന പവർ ലൈനാണ്. ഇനി നമ്മുടെ ഈ കാർട്ടൺ ബോക്സിനകത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ 2 ലൈനും കൂടെ അകത്തോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ അകത്തോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഏതെങ്കിലും, അതായത് നമ്മുടെ റിലേയുടെ 2 വയറുണ്ടല്ലോ, ഇന്ന വയറൊന്നുമില്ല, ആ 2 വയറിൽ ഓരോന്നായിട്ട് നമ്മളത് ചെയ്തിട്ട് ടേപ്പ് ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് പഴയ പോലെ നമ്മളെല്ലാം ക്ലോസ് ചെയ്ത് ബാറ്ററി ഒക്കെ ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ പറഞ്ഞ ഡബിൾ സൈഡ് ടേപ്പിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ തിരിച്ചത് വെക്കുന്നില്ല, കാരണം വർക്കിംഗ് ഒക്കെ കാണിച്ചെന്നിട്ട് ഞാൻ തിരിച്ചു മാറ്റാനുള്ളതാണ്, തിരിച്ചത് വെക്കുന്നില്ല. ഇപ്പോൾ വൈകുന്നേരമാണ്, നല്ല രീതിയിൽ വെട്ടക്കുറവുണ്ട്, ഏകദേശം ഒരു 6-7 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നിലവിൽ സെറ്റ് ഇട്ടേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കാർബോർഡ് മാത്രമേ നിലവിൽ കയ്യിലുണ്ടായിരുന്നുള്ളൂ, വേറെ ഏതെങ്കിലും രീതിയിൽ നല്ല അടിപൊളിയാക്കി നമുക്ക് എടുക്കാനായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഫൈനൽ കൊടുത്തിട്ടേ ഉള്ളൂ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൈ നമ്മൾ വേവ് ചെയ്താൽ ഈ സാധനം നമ്മുടെ വീട്ടിൽ ബെല്ലടിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ ഇവിടെ വീട്ടിൽ പട്ടിയാണ് കരയുന്നത്, ഇവിടെ ആരെങ്കിലും കോളിംഗ് ബെല്ലടിച്ച് ആദ്യം അറിയുന്ന പുള്ളിക്കാരനാണ്, അതുകൊണ്ടാണ് കടന്ന് കുറയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതെ, ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ സെറ്റ് ചെയ്തൊക്കെ 70 ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ള രീതി സെറ്റ് ചെയ്യാം. ഇപ്പോൾ ആരെങ്കിലും വന്ന് നിന്നിട്ടുള്ള ആ ദൂരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കൈ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം വീണ്ടും അടിക്കത്തുള്ളൂ. അടിച്ചു ഉണ്ടോ, ആ രീതിയിൽ അടിക്കും. സാധാരണ നമുക്കറിയാം ഒരു തവണ ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ആൾക്കാർ നോർമൽ നമുക്ക് ബെല്ലടിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താ പറയുക, വീട്ടിൽ നമുക്ക് വേവ് ചെയ്താൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ബെല്ല് നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളിത് കണ്ടില്ലേ, അപ്പം ഈ രീതിയിൽ അടിപൊളിയായിട്ട് നമ്മളുടെ വീട്ടിലെ കോളിംഗ് ബെല്ലിനെ ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ ബെല്ലടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. സോൾഡർ ചെയ്യുന്ന ഒരു പരിപാടി മാത്രമല്ല, പ്രോഗ്രാമിംഗ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലും അപ്പോൾ തന്നെ സൈഡിൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഇതുള്ള ടെക്കിൻ്റെയും ട്രാവലിൻ്റെയും ഫുഡിൻ്റെ ഒക്കെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം vblog4u.